മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നു നീ. മരണമിവാതിലിൽ മുട്ടി വിളിച്ചിടും മുമ്പന്റെ ഹാജത്ത് വീട്ടേണേ. എന്നും കിനാ കാണും കഅബ ശരീഫിൽ എത്തിക്കണേ എന്നെ റഹ്മാനേ. പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ. മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടെ, സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടെ. തിരുദേഹം ചന്ദമി ചന്ദന ഗന്ധമി ഗന്ധ സുഗന്ധമതേ, ഗന്ധ സുഗന്ധമതേ, നിഗന്ധ സുഗന്ധമതേ. മാഷാ അല്ലാഹ്. നിഷാവാക്കയുടെ ആ വരിയാണ് നേരത്തെ അനസായി പറഞ്ഞത്, രോമ എണീറ്റ് പോയെന്ന്. ഓ അസാധ്യ. റസൂലുള്ളാഹിയുടെ ശരീരത്തെ കുറിച്ച് ഇത്ര മനോഹരമായി വർണ്ണിച്ചൊരു ഭാഗം. ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈ പ്രതിഭയെ നിങ്ങൾ പലർക്കും അറിയാം. അനസ് ആലപ്പുഴയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ സജീവമാകുന്ന കാലത്തിന് മുമ്പ് നമ്മൾ പ്രോഗ്രാമുകളൊക്കെ ചാനലിലൂടെ മാത്രം, കേബിൾ ചാനലിലൂടെ മാത്രം കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഏഷ്യാനെറ്റിലെ മൈലാഞ്ചി എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെയൊക്കെ ഹൃദയം കവർന്നൊരു പാട്ടുകാരനാണ് അദ്ദേഹം. പിന്നീട് ജീവിത സാഹചര്യം കൊണ്ട് ഗൾഫിലേക്ക് പോയി, പിന്നെ പാട്ടൊക്കെ കുറഞ്ഞു വന്നു. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. അപ്പം ആ ഒരു പഴയ വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിക്കാനും ആ ഗ്രഹാതുരത്വം, നമ്മുടെ നാടിൻ്റെ ആ ഗ്രഹാതുരത്വം വീണ്ടും ആ നൊസ്റ്റാൾജിയ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ അനസ് ആലപ്പുഴയെ കണ്ടുമുട്ടിയത്. ഇത് ഒരു വ്ളോഗിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ഒരു പരിചയം പുതുക്കലും അതോടൊപ്പം ഒരു പാട്ട് വിശേഷങ്ങളും നിങ്ങളോട് പങ്കുവെക്കലുമാണ്. ഞങ്ങളിപ്പം തുടക്കത്തിൽ പറഞ്ഞ നൗഷാദ് ബാക്കവി, അനസ് സാഹിബ് പാടുന്ന ചില പാട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ ശ്രവണ സുഖത്തേക്കാൾ അതിനപ്പുറത്തേക്ക് ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്ന ചില സംഗതികളുണ്ട്. എവിടെയുള്ള ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനാവരണം ചെയ്യുന്നതാണെങ്കിൽ അതിലെ ചില പോർഷൻസുകൾ, ഇപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബാക്കവി പറഞ്ഞ ചില ഭാഗങ്ങൾ അദ്ദേഹം എടുത്ത് പാടില്ലേ. വാരാവാരം തേനൊഴുകുന്നൊരു സ്നേഹമുഖം തെളിയേ, സ്വരമൊരു സ്വർഗപ്പൂന്തോട്ടം സുഖരസമത് കേൾപ്പൂ, സാന്ത്വനമൊഴുകും മാനോട്ടം സൽഗുണമേ പൂക്കൂ. തിരുദേഹം ചന്ദമി ചന്ദന ഗന്ധമി ഗന്ധ സുഗന്ധമതേ, ഗന്ധ സുഗന്ധമതേ, നിഗന്ധ സുഗന്ധമതേ. മാഷാ അല്ലാഹ്. നിഷാവാക്കയുടെ ആ വരിയാണ് നേരത്തെ അനസായി പറഞ്ഞത്, രോമ എണീറ്റ് പോയെന്ന്. ഓ അസാധ്യ. റസൂലുള്ളാഹിയുടെ ശരീരത്തെ കുറിച്ച് ഇത്ര മനോഹരമായി വർണ്ണിച്ചൊരു ഭാഗം. പ്രത്യേകിച്ച് നമ്മൾ ആ ഭാഗം ഇങ്ങനെ കൊടുത്തിട്ട് എന്താ വരിക എന്നുള്ള ഇങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോ, ആ ട്യൂണിൽ എന്താ എഴുതാന്നുള്ള. മൂപ്പരവിടെ എഴുതി അത് കണ്ടപ്പോ കുറച്ചു നേരത്തെ നമ്മൾ സ്തംഭിച്ചു പോയി. തിരുദേഹം ചന്ദമി ചന്ദന ഗന്ധമി ഗന്ധ സുഗന്ധമതേ, ഗന്ധ സുഗന്ധമതേ, നിഗന്ധ സുഗന്ധമതേ. നമ്മൾ പറയല്ലോ പല എഴുത്ത് പ്രതിഭകളുണ്ടെങ്കിലും നൗഷാബാക്ക് വ്യത്യസ്തമാകുന്നത് അദ്ദേഹത്തിൻ്റെ വരികൾ എന്ന് പറയുന്നത് നാടൻ വരികളാണ്. എല്ലാം നാടൻ വരി. പനയോലകളിൽ ഒരു കുടിലാണ് ആ പാട്ട്. അതിൻ്റെ അകത്ത് വരികളൊക്കെ നോക്കിയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്, ചുറ്റുപാട്, പാത്രങ്ങള്, ആ ഇമേജ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വരികയാണ്, കണ്ണിന്റെ മുമ്പിൽ വരികയാണ്. അത് ഭയങ്കര കഴിവാണ് വിഷയം. മറ്റേതാണ് നിങ്ങൾക്ക് തന്നെ പറയാനുള്ളത് പാട്ട് വരികളിലെ മികവ്? വരികളിലെ മികവ് പിന്നെ മദീന മുനവ്വറയിൽ നന്ദി ഉറങ്ങും ത്വാഹ റസൂലേ സലാം. ഇത് ഈ പാട്ടിങ്ങനെ ആദ്യം ഞാൻ കേൾക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇറക്കിയപ്പോൾ ഏതോ പള്ളിയിലെ മുഅദ്ദിൻ, ഈ അന്ന് അധികം ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത കാലഘട്ടം, കപ്പലിലൊക്കെ മാസങ്ങളെടുത്ത് പോകുന്ന കാലത്ത് ഈ മോഹം കൊണ്ട് അദ്ദേഹം എഴുതിയതാണ്. അത് ആരോ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി പിന്നീട് ഒരു പാട്ടായി മാറിയതാണ്. നമ്മുടെ അസ്ലമി പറയുന്നൊരു കാര്യമുണ്ട്, ചില പാട്ടുകൾക്ക് ഈ ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് പറയുന്നത് പോലെ ചില പാട്ടുകൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ ആയിരക്കണക്കിന് പാട്ടുകൾ ഇറങ്ങുന്നുണ്ടല്ലോ. ചില പാട്ടുകൾ അഡ്രസ് ചെയ്യപ്പെടാനുള്ള കാരണം ഇദ്ദേഹം പറയുന്ന
ഒരു വരി വരുമ്പോൾ സൂരി ഇത് ആ എഴുത്തുകാരൻ ഉളു എടുത്തിട്ട് എഴുതിയായിരിക്കും. ഉളു എടുത്തിട്ട് എഴുതിയ വരി. കാരണം അത്രയും അസാധ്യം. അത് ആ വരികൾ ഹൃദയത്തിലെ ആഗ്രഹത്തെ കുറിച്ച് വെച്ച സാധനമാണ്. മദീന റൗള മുനവ്വറയിൽ അന്തി ഉറങ്ങും ത്വാഹ റസൂലേ സലാം. അവിടം വന്ന് തിരുമുമ്പീന്ന് സലാമോദാനും കൊതിയുണ്ടെങ്കിൽ. ഞങ്ങൾ യാത്രയിലെ കണ്ണു പറഞ്ഞു പോയി. യാത്രയിൽ മുജീബ് അസ്ലം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇടിക്കുന്ന ഒരു പാട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ കേട്ടിട്ടില്ല, ഞാൻ ഇട്ട് കൊടുത്ത്. ദാസേട്ടൻ പാടിയത് തൊണ്ടക്കുഴി. ആ ഭാഗത്ത് ഖബറാണെന്ന് പഠിക്കും. പയ്യേട്ടാ കുഴപ്പമില്ല. നിങ്ങളെ തൊണ്ടക്കുഴിയില് റൂഹെത്തിയാൽ പിന്നെ തൗബ ഫലിക്കൂല. തൊണ്ടക്കുഴിയില് റൂഹെത്തിയാൽ പിന്നെ തൗബ ഫലിക്കൂല. പാപങ്ങൾ മാത്രം വരവു വെച്ചോനല്ലേ ആശയ്ക്കു വഴിയില്ല. പാപങ്ങൾ മാത്രം വരവു വെച്ചോനല്ലേ ആശയ്ക്കു വഴിയില്ല. ആശയ്ക്കു വഴിയില്ല. നീ പൊട്ടിക്കറിയും. ഖബറാണ് മുന്നിൽ യാത്രയ്ക്ക് നേരമായി അസ്റായിലെത്തുന്നേ. ഇന്നിനി ഖൽബ് പിടച്ചാലും ഖേദം നിറച്ചാലും എന്തു ഫലം പൊന്നേ, എന്തു ഫലം പൊന്നേ. ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രഭാഷണം കേൾക്കുന്ന സ്വാധീനത്തിൽ ആ വരികൾ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമ്മളെ നമ്മുടെ ചിന്തയെ ആത്മീയതയുടെ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കും എന്നുള്ള. അതുപോലെ തന്നെ ഒരു പാട്ട് ഉസ്താദ് വന്നപ്പോ ഒരു പാട്ട് പറഞ്ഞില്ല, ഞാൻ പാടിയെന്ന് പറഞ്ഞു. സുബഹി തൊട്ട് അതൊരു അനുപല്ലവി. മരണമെന്നോടടുത്തുണ്ടെന്ന തിരുസത്യം ഞാൻ മറന്ന്. മരണമെന്നോടടുത്തുണ്ടെന്ന തിരുസത്യം ഞാൻ മറന്ന്. മഹിയിലേറെ പിഴച്ചു ചെന്ന് കൊടും പാപങ്ങൾ ചുമന്നു മുത് കൊടിഞ്ഞു സദാ വിറച്ച് കണ്ണീരൊലിച്ച് ചുമച്ചെത്തുമേ അടിയനെ കരുണ തരൂ നിറച്ച്. ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വരി പറയായിരുന്നു അല്ലേ? ആ എഴുതിയ ആളെ നമ്മുടെ റൂഹിനോട് സംസാരിക്കുന്ന, എഴുതിയ ആള് നമ്മളോട് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. ഈ അടുത്ത കാലത്തെ ഞാൻ ഈ കേട്ട പാട്ടുകളിൽ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പാട്ടുകളാണ്. എനിക്ക് അടുത്ത കാലത്ത് ഉണ്ടായ കുറച്ച് മധു ഗാനങ്ങൾ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ച പാട്ടുകൾ, ഷാഫിയുടെ പാട്ടുകൾ. ഇതേപോലെ അദ്ദേഹം സ്വർഗീയ രാജന സ്വാഗതമോദി പ്രണീയത്തുൽവതായി സൽഗുണദൂതന സൗഹൃദമേകി മദീന പുണ്യമണ്ണില് അവനീ കൃപയാലേ വന്നുദിച്ച നൂറേ അഹദിൻ വിധി വീട്ടാനവതരിച്ച ഹൈറേ ലോകത്തിൻ സ്നേഹത്തെ ഉതിർന്നു തന്ന മലരെ അവർ കാലത്തിൻ നാദത്തെ ഉണർത്തി വന്ന പൊരുളേ. അതിനകത്തൊരു അനുപല്ലവിയുണ്ട്, സഹാബത്ത് റസൂലിനോട് പറയുന്നൊരു സംഭവം. ഇതങ്ങൾ ഭവനം തങ്ങൾ വരണം യാ സയ്യിദി ഇലാഹി വചനം ഗുരു തരണം ഗൃഹസൗഖ്യമേകണം. വരിയ മറന്നു, പക്ഷെ അത് ആ ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ ഓർത്തു പോകുന്ന രംഗങ്ങളാണ്. എന്തായാലും നമ്മുടെ പാട്ടിലൂടെ ആണെങ്കിലും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്, അള്ളാഹിനെക്കുറിച്ചാണെങ്കിലും ഒരു ഇലാഹിയായ ചിന്ത ഉണ്ടാക്കിയെടുക്കുകയും അവൻ്റെ കണ്ണ് നിറയുകയും ചെയ്താൽ നമുക്ക് അതിനകത്ത് പറയാനുള്ളത് അബൂ മൻസൂർ റളിയല്ലാഹു താബിഈങ്ങളിൽപ്പെട്ടത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം വലിയ സ്വാത്വികനാണ്, താബിഈങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. മരണാനന്തരം ശിഷ്യ സ്വപ്നത്തിൽ കാണുമ്പോൾ ഉമ്മാ ഫഅലല്ലാഹു ബിക, നിങ്ങൾ അള്ളാഹ് എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, അള്ളാഹ് എനിക്ക് വലിയ സ്ഥാനം തന്നു. എന്താ സ്ഥാനം തരാനുള്ള കാരണം? നിങ്ങളുടെ ഇബാദത്താണോ, നിങ്ങളുടെ കിതാബ് രചനകളാണോ, ഖുർആൻ ഒത്തണോ ചോദിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് അള്ളാഹു എന്നെ പരിഗണിച്ച ഒരു വിഷയം എൻ്റെ ബോധ്യത്തിൽ നിന്ന് പറയുകയാണ്. സ്വപ്നം കാണാണ്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ആ സദസ്സിലുള്ള ഒരാളെ കണ്ണു നിറഞ്ഞു. ഒരു കണ്ണുനീർ തുള്ളിക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം എത്ര വലുതാണ്. അപ്പം നമ്മുടെ പാട്ടിലൂടെ ആണെങ്കിലും പ്രസംഗത്തിലൂടെ ആണെങ്കിലും ഒരാളുടെ ഹൃദയത്തെ അതിന് സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ, അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ പ്രതിഫലം റബ്ബിൻ്റെ അടുക്കൽ. അപ്പൊ പാട്ട് എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല. ആമീൻ. ഈ പാട്ടിന്റെ അതിന്റെ ആ ഒരു തന്മയത്വം, നന്മ, ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ പാടും എന്തോ ബഹളം വെക്കുന്നതിനപ്പുറത്തേക്ക് ആ പഴയ ശരി നമ്മുടെ പാരമ്പര്യമായിട്ട് ഇപ്പം സമദാനിയുടെ പ്രഭാഷണത്തിൽ നമ്മുടെ മറ്റേ പരംവിധി ചുമ്മാ വിട്ട് എഴുതിയാരായിരുന്നു നമ്മുടെ എ വി മുഹമ്മദ് അതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സമദാനിയൊക്കെ വിങ്ങിപ്പൊട്ടിയ സംസാരം എങ്ങനെ ഇത് എഴുതുന്നു എന്നുള്ളതാണ്. അതെ, അത് അവരുടെ നല്ല കാലത്ത് അവരെ സ്വാധീനിച്ച, പ്രത്യേകിച്ച് ഈ ആത്മീയതയിലേക്ക് നയിക്കാൻ ആ വരികൾക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് അവരത് ഓർത്തു വെക്കുന്നത്. അതുപോലെ ഇപ്പോഴും വരുന്ന ചില സാധനങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതെ 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 അത് നമ്മളിങ്ങനെ കാണുകയാണ്. അതുപോലെ തന്നെ ഏറിയ നന്മകളേറ്റിയ കൽബിലും കേറിയുരമ്പുകളേ. സ്വഹാബത്ത് ഈ ഹദീസുകൾ നെഞ്ചിലേക്ക് കയറ്റിയവരാ. ആ നെഞ്ചിലേക്ക് റസൂലുള്ളാഹിക്ക് വേണ്ടി കവചം തീർക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടി നെഞ്ചിലേക്ക് അമ്പൂന്ന് തറക്കുന്ന ആ രംഗം നമുക്കത് അവർണ്ണനീയമെന്ന് പറഞ്ഞ വാക്കുകൊണ്ട് മലയാള വാക്ക് അവസാനിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. അതായത് ഈ ദേശങ്ങൾ തേടി അലഞ്ഞു പറഞ്ഞ സ്വഹാബത്തിനെ കുറിച്ച് പറയുമ്പം റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദാഇൽ വെച്ച് എൻ്റെ ഈ സത്യസന്ദേശം നിങ്ങൾ മാലോകർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ കുതിര ഏത് ഭാഗത്തേക്കാണോ ഇരിക്കുന്നത് അതിന്റെ കുറുകെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദി ഉണ്ടെന്ന് നോക്കുന്നില്ല, അങ്ങോട്ട് പായാണ്. അതെ, ആ വരികളെ ദേശങ്ങൾ തേടി അലഞ്ഞു പറഞ്ഞ ആ വരികളെ, അത്തരം പാട്ടുകൾ ഇനിയും വരണം. നമ്മുടെ പ്രഭാഷണങ്ങൾ കൊണ്ട് മാത്രമല്ല, പാട്ടുകളെ കൊണ്ട് മനുഷ്യരെ നന്നാക്കാൻ കഴിയും. വാഴ്ത്തപ്പെടട്ടെ. എന്തായാലും സന്തോഷം. ഒരു അല്പസമയങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനസിനോട് വീണ്ടും ഒന്ന് പരിചയം പുതുക്കാനും നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തെ എത്തിക്കാനും, ഈ എത്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളാരും വിചാരിക്കേണ്ട പാട്ടിന് വേണ്ടിയാണ്, അദ്ദേഹം വേറെ ലോകത്താണ് ഉള്ളത്. എന്തായാലും അല്ലാഹു തആല നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.